റമദാൻ സ്പെഷ്യലായിട്ട് 3 വെറൈറ്റി ഡ്രിങ്ക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള 3 ഡ്രിങ്ക്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തേതിന് നമുക്ക് ഇതേപോലെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ മധുരം കഴിക്കാത്തവരാണെങ്കിൽ മധുരം ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് കോഫി പൗഡറാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർക്കണേ. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിനി നല്ല തണുത്ത പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് കട്ടയാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇതേപോലെ അടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ നല്ല സ്മൂത്തി ആയിട്ട് നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല കോഫീൻ്റെ ഫ്ലേവറെല്ലാം ആയിട്ട് നല്ല അടിപൊളി ഡ്രിങ്ക് ആണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ തണുപ്പ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പാലം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണമെങ്കിലും അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഡ്രിങ്ക് റെഡിയായി. ഇനി നമുക്ക് രണ്ടാമത്തേത് നോക്കാം. രണ്ടാമത്തതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഡ്രിങ്കിന് നമ്മൾ ഫ്ലേവറിനായിട്ട് കൊടുക്കുന്നത് ഏലക്കായാണ്. ഒരു 6 or 7 ഏലക്കായ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല തണുപ്പിച്ചിട്ട പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കട്ടയാക്കിയിട്ടുള്ള പാലായാലും മതി. അപ്പോൾ അതും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതും നല്ല അടിപൊളി ഡ്രിങ്കാണ്. നല്ല കുൽഫി എല്ലാം കഴിക്കുന്ന പോലത്തെ നല്ലൊരു കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ഡ്രിങ്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ഡ്രിങ്കിനായിട്ട് ഇതേപോലെ ക്യാരറ്റ് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ്. അപ്പോൾ അതിൻ്റെ കുരുയെല്ലാം മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരെണ്ണം ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കണം. ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ക്യാരറ്റെല്ലാം നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. ആ ഒരു രീതിക്ക് നമ്മൾ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഇത് അരിച്ചെടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ ക്യാരറ്റ് ചേർക്കുന്നത് ജസ്റ്റ് നമുക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ലെമണിൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കാം. പക്ഷേ നമുക്കിതാ ഇതേപോലെ നല്ല കളറും കിട്ടും. അതേപോലെ തന്നെ ക്യാരറ്റിൻ്റെ ഗുണങ്ങളെല്ലാം അതും കിട്ടും. അപ്പോൾ നമ്മൾ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കസ്കസ് കുതിർത്തിട്ട് അതിട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ടാൽ കാണാൻ നല്ല രസമുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ 3 ഡ്രിങ്കും റെഡി ആയിട്ടുണ്ട്. 3 നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. നല്ല കളർഫുള്ളായിട്ട് നമുക്ക് നോമ്പ് മുറിക്കുന്ന സമയത്ത് റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.